ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ആദമിൻ്റെയും ഇവാൻ്റെയും തൊട്ടിലേട്ടലാണ്. ഇവാന് റാഷിൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ ഒന്നിച്ചിട്ടായിരുന്നു തൊട്ടിലേട്ടലുണ്ടായത്. ഇത് ഞാൻ വന്ന സമയത്തായിരുന്നു കേട്ടോ, വന്ന പാടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദമിൻ്റെയും ഇവാൻ്റെയും തൊട്ടിലേട്ടലും പാത്തുൻ്റെ കാതുകുത്തും ഒന്നിച്ചിട്ടായിരുന്നു. പാത്തു എന്ന് പറഞ്ഞാൽ ചില മോള്. അപ്പോൾ പാത്തുൻ്റെ കാതുകുത്തും ആ ഒരു ഫംഗ്ഷൻ ഒന്നിച്ചിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തൊട്ടിലേട്ടലിൻ്റെ തലേ ദിവസം പാത്തുൻ്റെ കാതുകുത്താനായിട്ട് ജ്വല്ലറിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഇച്ചാവും വൈഫും, റെമുച്ച, ബുസ്താന, ബുത്തു എന്ന് ഞങ്ങൾ വിളിക്കൽ, പാത്തു. പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ ബുത്തുവിൻ്റെ ഉപ്പ ഉണ്ട്, ബുത്തുവിൻ്റെ ഉമ്മ ഉണ്ട്, ഞങ്ങളെ ഉമ്മ ഉണ്ട് അടുത്ത്. പിന്നെ ഞാൻ, മക്കൾ, ഇത്ര ആൾക്കാർ, പിന്നെ അനിയനും ഉണ്ട്. ഇത്ര ആൾക്കാരാണ് ഞങ്ങൾ ഉണ്ടായത് ജ്വല്ലറിയിൽ പോയിട്ടാണ് കാവ് കുത്തുന്നത്. അങ്ങനെ പാത്തുവിൻ്റെ കാവ് കുത്തൽ ഇന്ന് കാവ് കുത്തിയിട്ട് നാളെ ആണ് നമ്മളെ ഫംഗ്ഷൻ. ഈ തൊട്ടിലാട്ടലിൻ്റെ കൂടെ തന്നെ പാത്തുവിൻ്റെ കാത് കുത്തുന്ന ഫംഗ്ഷനും കൂടെ ഒന്നിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാതെല്ലാം കുത്തിയിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പാത്തുമ്മാൻ്റെ കാതുത്തുമങ്ങൽ ഇന്ന് കഴിഞ്ഞ് ഇനി തൊട്ടിലട്ടലാണ്. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ തൊട്ടിലട്ടലിൻ്റെ പുരയിലുള്ള ചടങ്ങെല്ലാം, നമ്മൾ തൊട്ടിൽ കടുത്തൽ അങ്ങനത്തെ എല്ലാം. അപ്പോൾ അതിനായിട്ട് 2 പുരയെന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെയും മുത്തുവിൻ്റെ 2 ഉള്ള പുരയെന്നും ഉമ്മാറെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ 2 ആളും കുഞ്ഞിനെ തൊട്ടിൽ കടത്തി, ആദമിനും ഇവാനിനെയും 2 ആൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിന് ഞങ്ങളെ ഉമ്മ, കൊല്ലമ്പാടിലത്തെ ഉമ്മ. പിന്നെ തൊട്ടിൽ കടത്തിയിട്ട് കുറച്ച് ബൈത്ത് പാട്ടെല്ലാം ഉണ്ടായിന്. പൊരക്കാറ് പാട്ടെല്ലാം ബൈത്ത് പാട്ടെന്ന് പറയും, തൊട്ടിൽ കടത്തുമ്പോൾ പാടുന്ന. അപ്പോൾ അതെല്ലാം പാടി. ഈ വീഡിയോ കാണുന്ന കാസർഗോഡ് ജില്ലേൻ്റെ പുറത്തുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ ആദമിൻ്റെയും സെയിൻ്റെയും എല്ലാം തൊട്ടിലോട്ടലിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിനിനെ ഞങ്ങൾ അമേരിക്കയിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ മെയിൻ വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാസർഗോഡ് തൊട്ടിലോട്ടലൊരു വലിയ ഫംഗ്ഷൻ തന്നെയാണ്, വലിയൊരു സെലിബ്രേഷനാണ്. ഇപ്പോൾ രാവിലെ ഈ ഫംഗ്ഷൻ, തൊട്ടിലോട്ടൽ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, പുരയിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞെങ്കിൽ നേരെ വൈകുന്നേരമാണ് നമുക്ക് ഒരു ഹാളിലാണ് തൊട്ടിലോട്ടലും കാതുകുത്തു പരിപാടി ഒന്നിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരും, 2 ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും വരും. കാസർഗോഡ് സിറ്റി ടവറിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചത്. നല്ല രസമായിട്ടാണ് ഇവൻ്റൊക്കെ അവർ ചെയ്തു തന്നത്. നല്ല ക്യൂട്ടായിരുന്നു എല്ലാം. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം തൊട്ടിലോട്ടലെ ഫംഗ്ഷന് ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ പച്ച തീമിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഡ്രസ്സും അങ്ങനെയായിരുന്നു, എല്ലാവരും പച്ച ഡ്രസ്സായിരുന്നു. ബുത്തുക്ക് ഞങ്ങൾക്ക് ഒരേപോലത്തെ സാരി, പിന്നെ ഇച്ച അനിയനോറെല്ലാം ഒരേപോലെ കുർത്ത അടുപ്പിച്ച്, പിള്ളേർക്കും ഞങ്ങൾ അതേ കുർത്ത തന്നെ അടുപ്പിച്ചിന്. ഇതാണ് റാഷിൻ്റെ ഫാമിലി, ഉമ്മ, അനിയത്തി, ഇച്ച, അനിയൻ, ഇച്ചാൻ്റെ വൈഫ്, മക്കൾ, ഞങ്ങളെല്ലാവരും. ഇതാണ് എൻ്റെ ഫാമിലി, ഉപ്പ, ഉമ്മ, ഏട്ടത്തി, അനിയന്, വൈഫ്. ഇതാണ് ബുത്തുവിൻ്റെ ഫാമിലി, ഉപ്പ, ഉമ്മ, ബുത്തുവിൻ്റെ അനിയനെല്ലാം. അനിയത്തി ഈ വീഡിയോയിൽ മിസ്സിങ് ആണ്. ഇതാണ് ഇച്ചാവും ഫാമിലിയും, ഇച്ച, ബുത്തു, പാത്തു, ഇവാനു. റാഷിൻ്റെ മൂത്ത ബ്രദറാണിത്. ഇച്ച ദുബായിലാണ്. ഞാൻ വന്ന സമയത്ത് തന്നെയായിരുന്നു ഇച്ച നാട്ടിൽ വന്നത്. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് ഫംഗ്ഷൻ വെച്ചത്. ഇച്ചാൻ്റെ പേര് റഹീം എന്നാണ്, ഞങ്ങൾ റഹീമുച്ചാന്ന് വിളിക്കൽ. പിന്നെ ഞങ്ങൾ ആദമിൻ്റെയും ഇവാൻ്റെയും ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ആദമിന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് തൊട്ടിലേട്ടൽ ആക്കിയത്. അത് ഞാൻ വന്നപ്പോൾ 2 മാസമായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞിട്ട് 2 ആളും ഒന്നിച്ചാക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ആദമിൻ്റെ 2 മാസമായിരുന്നു. പിന്നെ അമേരിക്കയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. റാഷിയും ഞാനും സെന്നുമായിട്ട് ചെറിയൊരു സെലിബ്രേഷൻ അവിടെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ 2 ആളും ഒന്നിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത്, പാത്തു 2 കുഞ്ഞുങ്ങളെ കൂടെ ആയിട്ട് ഫോട്ടോസ് എടുത്ത്, വീഡിയോസ് എടുത്ത്. സെയിനും ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ പാത്തുൻ്റെ കാതുകുത്തെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്തുക്കുള്ള ഗിഫ്റ്റ് എല്ലാവരും കൊടുക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ കാസർഗോഡ് കാതുകുത്തെല്ലാം വലിയ സെലിബ്രേഷനാണ്, വലിയ രീതിയിൽ ആഘോഷിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും പാത്തുക്കുള്ള ഗിഫ്റ്റെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി. 2 ഫാമിലീൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാവരോടും സംസാരിക്കാനെല്ലാം ആയിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു.
ഞാൻ വന്ന പാടന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ ഫംഗ്ഷൻസ് കിട്ടി. കബീറിൻ്റെ മംഗലം, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുഞ്ഞിൻ്റെ തൊട്ടിലോട്ടിൽ. അപ്പോൾ ഇതിലെല്ലാമായിട്ട് എനിക്ക് എല്ലാവരും കാണാൻ പറ്റി. ഫാമിലിയിലത്തെ ആൾക്കാരെല്ലാം അധികം ഞാൻ ഈ ഫംഗ്ഷനിലൂടെ തന്നെ കണ്ട് പോയി കാണേണ്ട വന്നിട്ടില്ല അധികാരം. ഇതെല്ലാം പുത്തുവിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പുത്തുവിൻ്റെ ഫാമിലി ഉണ്ട്, റാഷീൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ എല്ലാവരും മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. എന്നിട്ടും ഫംഗ്ഷൻസ് ഒന്നും കഴിഞ്ഞിട്ട് എപ്പോഴും ഫംഗ്ഷൻസ് തന്നെയാണ്. നാട്ടിൽ എപ്പോഴും കല്യാണം, ചീരണി, തൊട്ടിൽ കെട്ടൽ, അങ്ങനെ എപ്പോഴും ഫംഗ്ഷൻ തന്നെ. ഫുഡും ഇവർ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെൽക്കം ഡ്രിങ്ക് മുതലെല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇപ്പോൾ റാഷിൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർ, എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർ, ബൽക്കിൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർ, അങ്ങനെ എല്ലാവരായിട്ട് നിന്നിട്ട് വീഡിയോസ് എല്ലാം എടുത്ത്. പിന്നെ പുത്തുവിൻ്റെ ഫാമിലിൻ്റെ ആൾക്കാരായിട്ട് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിന്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ലതായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞായിരുന്നു. ഇത് അൻഷിൻ്റെ പുരക്കാരാണ്. ഇത് ഞങ്ങളെ അളമാർ എല്ലാമാണ്, റാഷിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാരെല്ലാം. ഇത് എൻ്റെ കുഞ്ഞ ഫാമിലിയെല്ലാം. ഇത് അബീൻ്റെ ഫ്രണ്ട്സാണ്. അബി റാഷിൻ്റെ പെങ്ങളെ ഫ്രണ്ട്സാണ് ഇതെല്ലാം. ഓർ ഒന്നിച്ച് പഠിക്കുന്ന പിള്ളേർ. അപ്പോൾ ഒരു കേക്കെല്ലാം കൊണ്ടാണ് വന്നത്, പാത്തുക്കുള്ള. അപ്പോൾ അത് കേക്കെല്ലാം കട്ട് ചെയ്ത് വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കാനായിട്ട് നമ്മളൊരാളെ അറേഞ്ച് ചെയ്തായിരുന്നു. നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ആളെ മെൻഷൻ ചെയ്തായിരുന്നു, ആളെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇവിടെയും വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെയിന് കുറേ സമയം ഉറങ്ങി. പിന്നെ തിരക്കെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് മക്കൾക്കായിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ കിട്ടിയത് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. റാഷീനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തായിരുന്നു. റാഷിയും കൂടി ഉണ്ടാണ്ട് ഫംഗ്ഷൻ ആയിരുന്നു, ഒരുപാട് മിസ് ചെയ്തായിരുന്നു. കബീറിൻ്റെ മംഗലം കഴിഞ്ഞ് 3ാമത്തെ ദിവസമായിരുന്നു ഞങ്ങളെ തൊട്ടിലോട്ടിലുണ്ടായത്. അപ്പോൾ തിരക്ക് തന്നെയായിരുന്നു വന്നിട്ട് ഫംഗ്ഷന്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഡ്രസ്സ് സെലക്ഷൻ എല്ലാം ഞാൻ ഒന്നിനും പോയിട്ട് എല്ലാം അബീബുത്തു എല്ലാവരും കൂടെ ചെയ്തത്, ഇച്ചാവറെല്ലാം കൂടിയിട്ട് ചെയ്തത്. എല്ലാ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ലതായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. സെയിനും എണിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വേണ്ടി ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്തത്. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിരുന്നു. നമുക്കിത് ഇതുവരെയും ഇടാൻ പറ്റിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് 1 വർഷം തന്നെയായി. ഇപ്പോൾ ഒന്നല്ലേ എഡിറ്റ് ചെയ്ത് തട്ടിക്കൂട്ടി ഇടുന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു തൊട്ടിലേട്ടൽ വീഡിയോ എന്ത് ഇതുവരെ ഇടാത്തതെന്ന്. സത്യം പറഞ്ഞെങ്കിൽ സമയം കിട്ടാതെ അടുത്ത് തന്നെ ബാക്കിയായി. പിന്നെ എഡിറ്റ് ചെയ്യാനും മടിയായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസ് എല്ലാം എനിക്ക് നല്ല വ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തന്നത്. എല്ലാ വീഡിയോവും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും വീഡിയോസ് ഉള്ളതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.